ജോസഫ് പാംപ്ലാനിക്കെതിരെ CPM രാഷ്ട്രീയ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്വകാര്യ സംഭാഷണ സാറ് പറഞ്ഞു, ഈ വിമർശനങ്ങളെ മാധ്യമങ്ങളൊന്നും ശരിയായ രീതിയിലല്ല ചർച്ച ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഈ വിമർശനങ്ങളൊന്ന് വിശദീകരിക്കാം? ഏറ്റവും ആദ്യം ഷിബിലി, ഇതിനകത്ത് രണ്ട് വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. അതിലേക്ക് നയിച്ചിട്ടുള്ള സാഹചര്യവും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ട് ഇതുവരെ ആരും പറയാത്ത ചില കാര്യങ്ങൾ എനിക്ക് ഇതിൽ പറയാനുണ്ട്. അതിലേക്ക് വരാം. ഞാൻ പോലും കഴിഞ്ഞ തവണ ക്രൈമിലൊരു വീഡിയോ ചെയ്തപ്പോൾ ഗൗതത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അപ്പം തന്നെ മറുപടി പറയുകയാണ് ചെയ്തത്. ഞാൻ പോലും വിശദമായിട്ട് ഈ മുഴുവൻ പ്രതികരണങ്ങളും അന്ന് കേട്ടിരുന്നില്ല. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്നലെ മീറ്റ് ദ എഡിറ്റേഴ്സ് ആണെങ്കിലും മറ്റ് ചാനൽ ചർച്ചകളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ആ ചാനൽ ചർച്ചകളിലൊന്നും പറയാത്തൊരു കാര്യം, ഇവിടെ ഏറ്റവും ആദ്യം ജോസഫ് പാംപ്ലാനി ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPM വിമർശിക്കാൻ കാരണമായത്, ഈ കന്യാസ്ത്രീകളെ നമുക്കറിയാമല്ലോ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തത് അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നത് കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞു. കേസ് കോടതിയൊന്നും വെറുതെ വിട്ടിട്ടില്ല. പക്ഷേ കോടതിയിൽ ഇപ്പോൾ NIA കേസായിട്ട് നടക്കുകയാണ്, NIA കോടതിയിൽ കേസായിട്ട് നടക്കുകയാണ്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? അവിടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ വന്ന്, അവിടെ തന്നെ ഒരു TTE സംശയം തോന്നി ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിളിച്ച് അവർ വന്ന് സമ്മർദ്ദം മൂലം ഇവരെ അറസ്റ്റ് ചെയ്തു. ഇവർ 7-8 ദിവസം ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്നതിന് ശേഷം ഇവർ പുറത്തേക്ക് വന്നു. അപ്പോൾ ജയിലിൽ കിടക്കുമ്പോഴൊക്കെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഈ സഭാവസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങളോ ബൈബിൾ കയ്യിൽ പിടിക്കാനോ കൊന്ത ചൊല്ലാനോ ഒന്നും ഇവർ അനുവദിച്ചില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിനെല്ലാത്തിനും ശേഷം ഇവർ പുറത്തേക്ക് വന്നപ്പോൾ പാംപ്ലാനി പിതാവ്, അതായത് മാർ ജോസഫ് പാംപ്ലാനി, അദ്ദേഹം നേരത്തെ രക്തസാക്ഷികൾക്കെതിരെയൊക്കെ വലിയ രൂക്ഷമായി വിമർശനം നടത്തുകയും ഞാൻ മാത്യു സാമുവലിൻ്റെ ചാനലിലുണ്ടായപ്പോൾ ഞാൻ അതിനെ അനുകൂലിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കാരണം അന്നും അദ്ദേഹം ഏതാണ്ട് ലക്ഷ്യം വെച്ചത് കൃത്യമായിട്ട് CPMനെയാണ്. രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന ഇത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ രക്തസാക്ഷികൾ ധീരന്മാർ അമരന്മാരൊന്നും പറയുന്നതിൽ കാര്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് വിശദമാക്കുന്നില്ല. പക്ഷെ അന്ന് അദ്ദേഹം ലക്ഷ്യം വെച്ചത് കൂടുതലായിട്ട് CPMനെ തന്നെയാണ്. ആ CPMനെ ഇദ്ദേഹം പലതരത്തിലൊക്കെ ആക്രമിക്കാറുണ്ട്. അപ്പം അദ്ദേഹം ഈ നമ്മുടെ ക്രിസ്ത്യൻ ഈ പറയുന്ന നൺസിനെ, അതായത് കന്യാസ്ത്രീകളെ വിട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം നന്ദി പറഞ്ഞത് അമിത്ഷായ്ക്കൊക്കെയാണ്. അമിത്ഷാക്കും കേന്ദ്ര സർക്കാരിനും മറ്റ് പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞു. അതാണ് ഇതിൻ്റെ സാഹചര്യം. ആ സാഹചര്യത്തോട് കൃത്യമായി പ്രതികരിക്കാൻ CPM തീരുമാനിച്ചുറച്ചിട്ടാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അത്തരത്തിലുള്ള പ്രതികരണം നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. കാരണം കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ ഒക്കെ തന്നെ ഇതുപോലെയുള്ള നമ്മുടെ ബിഷപ്പുമാരെയൊക്കെ അങ്ങോട്ട് എതിർക്കാൻ അവർക്ക് പലപ്പോഴും മടിയാണ്. പക്ഷേ CPM ആ കാര്യത്തിൽ പലപ്പോഴും കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നികൃഷ്ടജീവി എന്നൊക്കെ ഓരോ ബിഷപ്പിനെ വിളിക്കുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ആ വിമർശനങ്ങളിൽ പോലും ചില ശരികളുണ്ടെന്ന് നമുക്ക് കാണാം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ വിളിക്കുന്നു. ഇവിടെ കൃത്യമായിട്ട് ആദ്യമേ ഇതിനെതിരെയുള്ള വിമർശനം ഉന്നയിക്കുന്ന ആരാന്നറിയോ? അതാണ് കാതലായിട്ടുള്ള ഭാഗം. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദൻ മാഷ് അവസരവാദി എന്ന് വിളിച്ചു എന്നുള്ളതാണ്. അത് ചെറിയ വിമർശനമാണ്. യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വിമർശനം നടത്തിയത് DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള VK സനീഷാണ്. VK സനീഷ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് നിയോ മുള്ളറുടെ ഗതി വരും മാർ ജോസഫ് പാംപ്ലാനിക്ക് എന്നുള്ളതാണ്. അതാണ് കൃത്യമായി CPM ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. CPM അത് പറയാനുള്ള ധൈര്യം ഇപ്പോൾ കാണിച്ചിരിക്കുന്നു. മറ്റു പലരോടൊക്കെ അത് പറയുന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. ഞാൻ അതിലേക്കൊക്കെ വരാം. പക്ഷെ എങ്കിൽ പോലും അത് കൃത്യമായി പറയേണ്ട ആവശ്യം ഇപ്പോൾ ഇവർക്കുണ്ട്. അതിന് നമ്മളെ ഏറ്റവും ആദ്യം തന്നെ ഈ മാർട്ടിൻ നിയോമുള്ളർ ആരായിരുന്നു എന്നറിയണം. മാർട്ടിൻ നിയോമുള്ളർ ആരാണെന്ന് ചർച്ച ചെയ്യാതെ, VK സനീഷ് പറഞ്ഞത് എന്താണെന്ന് ചർച്ച ചെയ്യാതെ, നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് അവസരവാദിയാണെന്ന് പാംപ്ലാനിനെ വിളിച്ചു, വളരെ മോശമായി പോയി എന്നുള്ള ലെവലിലാണ് ചർച്ച ചെയ്തത്. മാർട്ടിൻ നിയോമുള്ളർ എന്ന് പറയുന്നത് ഷിബിലി അറിയേണ്ടത് ഒരു റൈറ്റ് വിങ് ഐഡിയോളജികളുടെ പ്രചാരകനായി ഒരു പ്രൊട്ടസ്റ്റന്റ് പാതിരിയാണ് ജർമ്മനിയിൽ മാറിയ ഒരാളാണ്. അതായത് നാസി ഈ പറയുന്ന പോലെ ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഹിറ്റ്ലർ അവിടെ നടത്തിയിട്ടുള്ള വംശീയമായിട്ടുള്ള വിഭജനമുണ്ടാക്കുന്ന പ്രചരണങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്തിട്ടുള്ള ഒരാളായിരുന്നു ഈ പറയുന്ന പോലെ പ്രൊട്ടസ്റ്റന്റ് പാതിരിയായിരുന്നത്. അവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൽ നിരവധി ആളുകൾ തന്നെ ഇത്തരത്തിൽ ഇവരുടെ ആശയപ്രചാരകരായി മാറിയിരുന്നതിന് ശേഷം 1933 അപ്പോൾ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ നേരത്തെ ഈ പറയുന്ന പ്രചാരകനായി മാറി ഇത്തരത്തിൽ വംശീയ വിദ്വേഷവും എല്ലാം ഉണ്ടാക്കുന്നതിന് ഇദ്ദേഹം അടക്കം കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഇദ്ദേഹം ഒരു ആർഡൻ ക്രിട്ടിക്കായി മാറി. ഈ പറയുന്ന ഹിറ്റ്ലറിൻ്റെ ആർഡൻ ക്രിട്ടിക്കായി മാറിയപ്പോഴാണ് ഹിറ്റ്ലർ ആരായിരുന്നുവെന്നും നാസി ഭരണകൂടം എന്താണ് ഉദ്ദേശിച്ചിരുന്നതെന്നും കൃത്യമായിട്ട് പുള്ളിക്ക് മനസ്സിലാകുന്നത്. പുള്ളി ഏതാണ്ട് 6-7 കൊല്ലത്തോളം
പിന്നീട് നാസി തടവറകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലുമൊക്കെ കിടക്കേണ്ടി വന്നു. അങ്ങനെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ കിടക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു സെയ്ഗുണ്ട്. അത് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ വാഷിങ്ടൺ ഡിസ്ട്രിക്റ്റിയുടെ ഹോളോകോസ്റ്റ് മ്യൂസിയത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ഇങ്ങനെയാണ്. അതുകൂടി പറഞ്ഞാൽ അദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവിയിലെ തിരിച്ചറിവെന്ന് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ദേ കെയിം ഫോർ സോഷ്യലിസ്റ്റ് ആൻഡ് ഐ ഡു നോട്ട് സ്പീക്ക് ഔട്ട് ബിക്കോസ് ഐ വാസ് നോട്ട് എ സോഷ്യലിസ്റ്റ്. ആദ്യം അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു, പക്ഷേ ഞാൻ സംസാരിച്ചില്ല, കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലല്ലോ എന്നാണ്. ദെൻ ദേ കെയിം ഫോർ ട്രേഡ് യൂണിയനിസ്റ്റ്സ്. പിന്നീട് അവർ ട്രേഡ് യൂണിയനിസ്റ്റുകളെ തേടി വന്നു, അതായത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ തേടി വന്നു. ആൻഡ് ഐ ഡു നോട്ട് സ്പീക്ക് ഔട്ട്, ഞാൻ സംസാരിച്ചില്ല. ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഔട്ട് ബിക്കോസ് ഐ വാസ് നോട്ട് എ ട്രേഡ് യൂണിയനിസ്റ്റ്, കാരണം ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് അല്ലല്ലോ, എനിക്കൊന്നും ഭയക്കേണ്ടതില്ലല്ലോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത സെയിങ്, ദെൻ ദേ കെയിം ഫോർ ദ ജ്യൂസ് ആൻഡ് ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഔട്ട്. അവർ പിന്നീട് ജൂതന്മാരെ തേടി വന്നു, ഞാനൊന്നും സംസാരിച്ചില്ല, കാരണം ഞാൻ ജൂതനല്ലല്ലോ എന്നാണ്. ദെൻ ദേ കെയിം ഫോർ മീ, ഒടുവിൽ അവർ എന്നെ തേടി വന്നു. ആൻഡ് ദർ വാസ് നോ വൺ ലെഫ്റ്റ് ടു സ്പീക്ക് ഫോർ മീ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല എന്നാണ്. അപ്പോൾ ഇതാണ് ഗംഭീരമായിട്ടുള്ള ഈ പറയുന്ന മാർട്ടിൻ നിയോമുള്ളറിൻ്റെ തിരിച്ചറിവ്. അപ്പോൾ അത്തരത്തിൽ മാർട്ടിൻ നിയോമുള്ളർ ജയിലിൽ കിടക്കേണ്ടി വന്ന, ആദ്യം ഇതിൻ്റെ പ്രചാരകനായി മാറി പിന്നീട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ഒരാളുടെ ഗതി ഈ പറയുന്ന മാർ ജോസഫ് പാംപ്ലാനിക്ക് വരും എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇപ്പോൾ ഇന്ത്യയിലുള്ള റൈറ്റ് വിങ് ആക്ടിവിസ്റ്റുകളുടെയും മതപരവും ജാതീയവുമായിട്ടുള്ള വിഭജനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെയും ഈ മാർ ജോസഫ് പാംപ്ലാനി പലപ്പോഴും അവരുടെയൊക്കെ സന്ദേശവാഹകരും പ്രചാരകരുമായി മാറുകയാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഈ പറയുന്ന വി.കെ. സനീഷ് പറഞ്ഞു വെച്ചത്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഇതാണ് CPM-ൻ്റെ രാഷ്ട്രീയവും. അതിൽ തന്നെ സഭയ്ക്ക് വലിയ തെറ്റുകൾ പറ്റുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ രക്തസാക്ഷികളുടെ കേസിൽ പോലും സഭ ഈ പറയുന്ന മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ചതാണ്, പക്ഷെ അതുപോലും അദ്ദേഹം ലക്ഷ്യം വെച്ചിട്ടുള്ളത് CPM-നെ തന്നെയാണ്. പിന്നെ ഇവിടെ സഭ പോലും ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം അവിടുത്തെ ഒരു TTE മറ്റേ സംശയം തോന്നി, ഇത് മനുഷ്യക്കടത്താണോ സംശയം തോന്നി ബജരംഗദൾ പ്രവർത്തകരെയാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് ഒരു പോലീസിനെ വിളിക്കാതെ, ഒരു തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ നിയമപാലകരൊന്നും സമീപിക്കാതെ എങ്ങനെയാണ് ഈ പറയുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിളിക്കാൻ തോന്നിയത്? എങ്ങനെയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് ഇവർക്ക് അകത്താകേണ്ടി വന്നത്? അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് BJP-യുടെയും സംഘപരിവാറിൻ്റെയും ഒക്കെ പ്രചരണങ്ങളാണ് എന്നുള്ളത് കൃത്യമായിട്ട് സഭ മനസ്സിലാക്കണം. അല്ലാതെ ഇവരെ പിടിച്ച് അകത്തിട്ടത് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്, അത് BJP ഭരിക്കുന്നതാണ്. അതിനുശേഷം പുറത്തേക്ക് വിട്ടിരിക്കുന്നു. അമിത്ഷാ പറയുന്നു അവരൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് കേസ് പിൻവലിക്കണ്ടേ? കേസ് പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല, ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ പേരിൽ വലിയ കുറ്റങ്ങൾ ചാർത്തി ഏതാണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ NIA കോടതിയിലെ കേസ് നടക്കാൻ പോവുകയാണ്. കേസ് പിൻവലിക്കപ്പെടുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവിടെയുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് ഇതൊരു നക്സൽ ബാധിത പ്രദേശത്തു നിന്നാണ് അവർ വരുന്നത്. അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ മനുഷ്യക്കടത്തടക്കമുള്ള പ്രശ്നങ്ങൾ നിരവധി നടക്കുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ പറയുമ്പോഴും മാർ ജോസഫ് പാംപ്ലാനി മനസ്സിലാക്കേണ്ടത് ഛത്തീസ്ഗഡിലൂടെ ഒരു കന്യാസ്ത്രീകളുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ബൈബിൾ കയ്യിലെഴുതിക്കൊണ്ട് നടത്താൻ കഴിയില്ല. അവർ ജയിലിനകത്ത് പോലും അവർക്ക് ബൈബിൾ കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ കൊന്ത കൊടുത്തിരുന്നില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് വി.കെ. സനീഷ് പറഞ്ഞതാണ് ശിവലി ഇതിൻ്റെ രാഷ്ട്രീയം. അതായത് ഇവിടുത്തെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ അല്ലെങ്കിൽ അവരുടെ സന്ദേശവാഹകരായി മാർ ജോസഫ് പാംപ്ലാനി മാറുന്നു എന്നുള്ളതാണ്. അതാണ് കാതലായിട്ടുള്ള വിമർശനം. മനസ്സിലായി? അത് CPM പറയേണ്ട രാഷ്ട്രീയമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത് CPM പറയേണ്ടതാണ്. ഇവിടെ സഭകളോ അല്ലെങ്കിൽ ബിഷപ്പുമാരോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഇലക്ഷനിൽ ഏതെങ്കിലും 4-5 വോട്ട് പോയാലോ എന്നൊക്കെ വിചാരിച്ച് ഇടുക്കിയിലുള്ള നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഡീൻ കുര്യാക്കോസ് ഒരു ബിഷപ്പിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ബിഷപ്പ് വളരെ മോശമായിട്ട് ഡീൻ കുര്യാക്കോസിനെ ചീത്ത പറയുകയാണ്, പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഡീൻ കുര്യാക്കോസ് മിണ്ടാതെ പോന്നു. കാരണം കോൺഗ്രസോ മറ്റു പാർട്ടികളോ ഒന്നും ഇവർക്കെതിരെ മിണ്ടാറില്ല. CPM പക്ഷേ അങ്ങനെയല്ല, പലപ്പോഴും പ്രതികരിക്കാറുണ്ട്. CPM-ൻ്റെ ഒരു MLA തന്നെ ഏറ്റവും ഒടുവിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അന്ത്യകൂദാശ കൊടുത്തതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിരുന്നു. അതിലൊരു ബിഷപ്പ് പ്രതികരിച്ചപ്പോൾ ആ ബിഷപ്പിനെതിരെ നികൃഷ്ടജീവി എന്ന് വിളിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ പ്രതികരിച്ചത്.
അപ്പോൾ അതുകൊണ്ട് CPM അങ്ങനെ പ്രതികരിക്കാറുണ്ട്. CPM ഇപ്പോൾ ജോസഫ് പാമ്പ്ലാനിക്കെതിരെയും കൃത്യമായി പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറയുമെന്നുള്ളതാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ പറയുന്ന ഗോവിന്ദ മാഷ് പറഞ്ഞത്. ഗോവിന്ദ മാഷ് പറഞ്ഞതിനകത്ത് ഗോവിന്ദ മാഷ് സഭ പറഞ്ഞത് പോലും മോശമാണ്. അതായത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഏതോ ഗ്ലോബൽ ഡയറക്ടർ, അദ്ദേഹം ഫിലിപ്പ് കവിയൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പോലും പറഞ്ഞത് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുതെന്നാണ്. ഒരു സഭ ഒരു കാരണവശാലും നടത്താൻ പറ്റാത്ത പ്രതികരണമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ട്രെയിനിനകത്ത് ഒരൊറ്റ കൈയിലായിരുന്നിട്ടും ഒരു പെൺകുട്ടിയെ വലിയ തോതിൽ റേപ്പ് ചെയ്ത് നമുക്ക് പൈശാചികമായ തോതിൽ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ മറ്റ് നിരവധി കേസുകളിൽ ഇതുപോലെ പ്രതികളായിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസം ജയിലിൽ ചാടി കിണറ്റിനകത്ത് കയറി ഒളിച്ചിരുന്ന ഗോവിന്ദച്ചാമി, അദ്ദേഹം വലിയ ഈ പറയുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരാളാണ്, വലിയ തോതിൽ ലൈംഗിക ആസക്തിയുള്ള ഒരാളാണ്. അത്തരത്തിലുള്ള ഒരാളുമായിട്ട് സഭ ഒരു കാരണവശാലും രാഷ്ട്രീയപരമായി വിമർശിച്ചത്. നിയോമുള്ളറിനെ എന്ന് പറഞ്ഞപ്പോൾ സഭക്ക് കുഴപ്പമില്ല. ആ നിയോമുള്ളറിന്റെ വിമർശനത്തിനാണ് സഭ മറുപടി പറയേണ്ടത്. സഭ നേരെ മറുപടി പറഞ്ഞേക്കുന്നത് എന്തിനാണ്? ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കുന്നതാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം വന്ന് പുള്ളി പറയുന്നുണ്ട്, ഞാനങ്ങനെ തറ ലെവലിൽ സംസാരിക്കുന്നതാണ് ഉദ്ദേശിച്ചത്. സഭ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. സഭയെ വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ടെന്നേ. ഇവരൊന്നും ആരും വിമർശിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. മനസ്സിലായോ? ഇവരൊക്കെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ജാതി സംഘടനകൾ, മതസംഘടനകൾ, സമുദായ സംഘടനകളൊക്കെ പറഞ്ഞാൽ പലപ്പോഴും വിമർശിക്കില്ല. കാരണം ഇവർക്കെന്തോ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് ഇവർ വിചാരിക്കണം. ഇവർക്ക് അത്ര വലിയ വോട്ട് ബാങ്ക് ഒന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഭയക്കാത്ത നേതാക്കന്മാരാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. VS അച്യുതാനന്ദനെ ഒരു ആളെയും അദ്ദേഹം ഭയന്നിരുന്നില്ല. പക്ഷെ ഭയക്കാതിരുന്നിട്ട് വല്ല കുഴപ്പമുണ്ടായിരുന്നു? പബ്ലിക് അറ്റ് ലാർജ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്നു. പിന്നെ സഭ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള മോശപ്പെട്ട പണികൾ കാണിച്ചിട്ടുണ്ട്. തൃക്കാക്കര MLA ആയിരുന്ന PT തോമസ്, നമുക്കറിയാം, മൂവാറ്റുപുഴയിൽ അദ്ദേഹം MP ആയിരുന്നു. ഈ ഡീൻ കുര്യാക്കോസിനൊക്കെ മുമ്പ് അദ്ദേഹം MP ആയിരുന്നു. ഡീൻ കുര്യാക്കോസൊക്കെ മത്സരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മത്സരിച്ച് ആ MP ആയിരിക്കുന്ന സമയത്ത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ശവമഞ്ച ഘോഷയാത്ര നടത്തി സഭ. ക്രിസ്ത്യൻ സഭകളിൽ അത്തരത്തിൽ ഒരാളെ ഭരിക്കാതെ തന്നെ ഈ പറയുന്ന പോലെ ശവമായി കാണുന്നത് പോലും വലിയ തെറ്റാണ്. അത്തരത്തിൽ പക്ഷേ ശവമഞ്ച ഘോഷയാത്ര നടത്തിക്കളഞ്ഞു. ഏതിലാണെന്നറിയാമോ? PT തോമസ് മരിച്ചുപോയി പാവം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അത് നടപ്പിലാക്കണമെന്നും അതിനോട് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ്. സഭയ്ക്ക് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ക്വാറി മുതലാളിമാരും അത്തരത്തിൽ ബാക്കിയുള്ള അവരുടെയൊക്കെ സപ്പോർട്ട് വേണമായിരുന്നു. അതുകൊണ്ട് സഭ എന്ത് ചെയ്തു? ഈ പറയുന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനും ഒക്കെ എതിരെ നിന്നു. ആ സമയം PT തോമസ് പറഞ്ഞു ഇതാണ് ശരി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ ഇന്ന് ശരി. കാരണം അതിനുശേഷം കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മനസ്സിലായോ? ചൂരൽമല പോലെ ഈ പറഞ്ഞ പോലെ വയനാടുണ്ടായ മേപ്പാടി ദുരന്തം വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പണി, നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഞങ്ങൾ വിമർശിച്ചാൽ കൃത്യമായിട്ട് വിമർശിക്കും. അല്ലാതെ ഗോവിന്ദനെ വിളിച്ച് ഗോവിന്ദച്ചാമി എന്നൊന്നുമല്ല വിളിക്കേണ്ടത്. നമ്മളൊക്കെ എത്രയോ CPMനെ വിമർശിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറില്ലല്ലോ. നിങ്ങൾക്കുള്ള വിമർശനത്തിൽ നിങ്ങൾ മറുപടി പറയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഈ സംഭവത്തെ സഭ വളരെ കൃത്യമായി ഈ ഒരാൾ ജയിലിൽ പോയി, ആ ജയിലിൽ നിന്ന് ഒരാൾ പിടിയിപ്പിച്ചു എന്നുള്ളതൊക്കെ ലാഘവത്തോടു കൂടിയാണോ കാണുന്നത്? അതാണ് കാണുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ കേക്കും ഈ പറഞ്ഞ പോലെ വൈനും മേടിച്ച് കഴിക്കാനാണ് പരിപാടിയെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഈ പറയുന്ന പോലെ സഭയിലെ സാധാരണക്കാരായ കന്യാസ്ത്രീകൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഒഡീഷയിൽ ആക്രമിക്കപ്പെട്ടു. ഇപ്പം തന്നെ ഈ പ്രശ്നമായത് എന്താണെന്ന് പറയാം, സിറോ മലബാർ സഭയിലെ 2 കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടാണ്. ഇതിനു മുമ്പ് അവിടെയുള്ള പ്രൊട്ടസ്റ്റന്റ് പാതിരിമാരും സാധാരണ ആളുകളും ഒക്കെ തന്നെ ആക്രമിക്കപ്പെട്ടാൽ അതൊന്നും വലിയ പ്രശ്നമില്ല. ക്രിസ്ത്യൻ സഭക്കകത്തും ഈ ബ്രാഹ്മണർ, അതുപോലെ തന്നെ ശൂദ്രർ, പുലയർ, അതുപോലെയുള്ള സംഭവങ്ങളുണ്ട്. മനസ്സിലായി? ലാറ്റിൻ കാത്തലിക് ആണെങ്കിൽ അത്രത്തോളം വരില്ല. അതേസമയം ഈ പറയുന്ന റോമൻ കാത്തലിക്, ഈ പറയുന്ന സിറോ മലബാർ സഭയിലെ ആളുകൾ പറയുന്ന ബ്രാഹ്മണരെ മതം മാറിയാണ് ഞങ്ങളിത് ആയെന്ന് പോലും പറയുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് ആരെയും മാറിയതോ ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അത് വെറും പറച്ചിലോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല ചരിത്രത്തിലേക്ക്. പക്ഷെ പ്രശ്നം ഇത്തരത്തിലുള്ള വലിയ വിവേചനമുണ്ട്. സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വലിയ തോതിൽ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. ഗ്രഹാം സ്റ്റെയിൻസ് മുതൽ സ്റ്റാൻ സ്വാമി വരെയുള്ള ആളുകൾ എങ്ങനെ മരിച്ചതെന്ന് നമ്മൾ കണക്കെടുത്ത് നോക്കേണ്ടതാണ്. അന്നൊന്നും മിണ്ടാതിരുന്ന സഭ ഇപ്പോൾ 2 കന്യാസ്ത്രീകളായിട്ട് പ്രശ്നം വന്നപ്പോൾ വേണ്ടി ഇനിയും വരാനിരിക്കുന്നത് നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്താൽ, ഇവരോട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാർട്ടിൻ നിയോമുള്ളവരുടെ ഗതി വരും. ഏറ്റവും ഒടുവിൽ ദേ കെയിം ഫോർ us, അവർ ഞങ്ങൾക്ക് വേണ്ടിയും വന്നു. പക്ഷേ there was no one ഈ പറഞ്ഞ ലെഫ്റ്റ് ടു സ്പീക്ക് ഫോർ മീ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് വിലപിക്കേണ്ടി വരും എന്നാണ് VK സനീഷ് പറഞ്ഞത്.
അതിനോടാണ് മറുപടി വേണ്ടത്. അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി വേണ്ടത്. അല്ലാതെ അവസരവാദി എന്ന് വിളിച്ചു ഒരു ബിഷപ്പിനെ ഇങ്ങനെ വിളിക്കാമോ അങ്ങനെ വിളിക്കാമോ. കഴിഞ്ഞ ദിവസം കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരാൾ വന്ന് റിപ്പോർട്ടർ ചാനൽ സ്മൃതിയോടൊപ്പം വന്ന് ചർച്ചയ്ക്ക് ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങനെ എല്ലാവരെയും ബഹുമാനിക്കുന്ന ആളുകളാണ്, ഞങ്ങളിതല്ല. ഇത് മാർ മിലിത്തിയോസ് തിരുമേനി, അതായത് തൃശ്ശൂരുള്ള മാർ മിലിത്തിയോസ് തിരുമേനി കൃത്യമായിട്ട് പറഞ്ഞു. ഇനി പോൾ തെലേക്കാട്ട് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ന്യൂസ് 18 ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞു, കാരണം ഇത് നിങ്ങൾ നിസ്സാരമായി കാണേണ്ടതല്ല, ഇത് ഓരോരോ സംഭവങ്ങൾ എടുത്തു വച്ച് മാത്രം റിയാക്ട് ചെയ്യേണ്ടതല്ല. പകരം ഇവിടെ മതപരമായ ജാതീയമായിട്ടുള്ള വിഭജനങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തെയാണ്, അതിൻ്റെ മൂലകാരണത്തെയാണ്, അതാണ് റൂട്ട് കോസ്, അതിനെയാണ് നിങ്ങൾ എതിർക്കേണ്ടത്. അല്ലാതെ മരം മറഞ്ഞു വീഴുമോ എന്നുള്ള ഭയത്തിൽ ശിഖരം മാത്രം വെട്ടിയിട്ടോ ചില്ലകൾ ഒടിച്ചിട്ടോ കാര്യമില്ല എന്നാണ് സഭ മനസ്സിലാക്കേണ്ടത് എന്നാണ് CPM-ന്റെ വിമർശനം. ആ രാഷ്ട്രീയ വിമർശനത്തോട് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്നാണ് ചോദ്യം. ഒരു മാധ്യമവും ഇത് കൃത്യമായി മാർട്ടിൻ നിയോമുള്ളറെ കുറിച്ചും ഈ പറയുന്ന സനീഷ് ഉയർത്തിയിട്ടുള്ള മറ്റേ DYFയുടെ സംസ്ഥാന സെക്രട്ടറി ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങളെക്കുറിച്ചും ഒന്നും മിണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിർബന്ധിതരായത്. സാർ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു CPM എല്ലാത്തിനെയും വിമർശിക്കില്ല, ചിലതിന് വിമർശിക്കാതിരിക്കുന്നുള്ളൂ. അതെന്താണെന്ന് കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഇത് ഞാൻ പറയാം. ഈ വസീഫൊക്കെ നമ്മുടെ സുഹൃത്താണ്, അതുപോലെ VK സനോജാണ്, ഞാൻ പറഞ്ഞ പേര് തെറ്റിപ്പോയി. രണ്ടുപേരെ എനിക്കറിയാവുന്നവരാണ്. ഇതിൽ ഷിബിലി ആ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലെ തന്നെ വർഗീയത പറഞ്ഞപ്പോൾ CPM മിണ്ടിയിട്ടില്ല. അപ്പോൾ CPM-ന്റെ അജണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വിമർശിക്കാൻ CPM-ന് ധൈര്യക്കുറവൊന്നും ആവശ്യമില്ല. കാരണം ഇവരെ CPM കൃത്യമായി വിമർശിക്കാം. കാരണം CPM-ന് ഈ സഭകളിൽ നിന്ന് മിക്കവാറും വോട്ടൊന്നും കിട്ടാനില്ല. ഇനി ഉണ്ടെങ്കിൽ സത്യത്തിൽ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ സഭകൾക്കകത്ത് തന്നെയുള്ള വലിയ അന്തഛിദ്രങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പം ഈ മറ്റേ എറണാകുളം അതിരൂപതയും മറ്റ് രൂപതകളിലെ ചില അച്ഛന്മാരും ഒക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതായത് തിരിഞ്ഞു നിന്നാണോ കുർബാന നടത്തേണ്ടത്, നേരെ നിന്നാണോ കുർബാന നടത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. എറണാകുളത്ത് മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ 150ാമത്തെ ദിവസമായി ഇത് പൂട്ടിയിട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ വലിയ അടിയായിരുന്നു. അപ്പോൾ മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ നേരത്തെ പറഞ്ഞ പോലെ സഭക്കകത്ത് തന്നെ ഉരുണ്ടുകൂടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ CPM ശരിക്കും ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് വായിച്ച് എടുക്കാം. പക്ഷേ CPM പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കൃത്യമായി CPM ഏത് മതസംഘടനകളുടെയും മുഖത്ത് നോക്കി പറയേണ്ട അഭിപ്രായം തന്നെയാണ്. പക്ഷെ അപ്പോഴും വലിയൊരു പ്രശ്നമുള്ളത് ഷിബിലി, ഈ പറയുന്ന SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളിയുടെ അച്ഛൻ്റെ മുഖത്ത് നോക്കിയത് പറയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ ആളുകൾ ബിഷപ്പിൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പുറത്ത് പറഞ്ഞില്ല എന്നുള്ള ആൾക്ക് എടുക്കണ്ട, വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് പോലും അത് പറയേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസോ മറ്റ് UDF-ലെ പാർട്ടികളോ ഒക്കെ തന്നെ ഇത്തരത്തിൽ ജാതി സമുദായ സംഘടനകളോടൊക്കെ തന്നെ ഒരു കാരണവശാലും ഒന്നും മിണ്ടാൻ പ്രാപ്തിയില്ലാത്തവരാണ്. അതിലാകെയുള്ളൊരു നേതാവ് VD സതീശൻ മാത്രമാണ്. അദ്ദേഹം ഇവരുടെ ഒന്നും തിണ്ണനിറങ്ങാൻ സാധാരണ പോകാറില്ല. പക്ഷേ ബാക്കി ഈ പറഞ്ഞ പോലെ നേതാക്കന്മാരൊന്നും മിണ്ടാറില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ പോലും അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾ മിണ്ടാതിരിക്കുന്നത്. പക്ഷേ അത് പറയാൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനം CPM-ആണ്. പക്ഷേ CPM ഇപ്പോൾ എന്ത് ചെയ്യുന്നു, വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അത് പറഞ്ഞില്ല എന്ന് പറയുന്ന വിമർശനമുണ്ട്. ഇതിൻ്റെ അർത്ഥം ബിഷപ്പിനെതിരെ പറയേണ്ടെന്നല്ല, ബിഷപ്പിനെതിരെ പറയണം, അതോടൊപ്പം തന്നെ മറ്റ് സമുദായ സംഘടനകൾക്കുമെതിരെ പറയണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നേരത്തെ രാഷ്ട്രീയത്തിൽ ഉള്ള ആളുകളൊക്കെ തന്നെ ഈ മതസംഘടനകളുടെ ഒന്നും അവരുടെ ഒന്നും വാതിൽക്ക് ചെന്ന് ഭിക്ഷയാചിച്ച് നിൽക്കുകയല്ല ചെയ്തിരുന്നത്. പകരം സാമാന്യ ജനത്തിന് അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മതസംഘടനകളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ബിഷപ്പോ പാതിരിമാരോ അല്ലെങ്കിൽ ശാന്തിമാരോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആളുകളോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ മുസ്ലിംസിനകത്തുള്ള ഈ പറയുന്ന പോലെ മൊല്ലാക്കമാരോ സമസ്തയുടെ ആളുകളൊക്കെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് വളരെ മിതമായ തോതിൽ അഭിപ്രായം പറയാം. അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചുള്ള വിമർശനങ്ങൾ കൂടി കേൾക്കാൻ തയ്യാറാണ്. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് CPM എത്തിയാൽ തീർച്ചയായിട്ടും അത് നല്ല കാര്യം. അത് എടുക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയും CPM ആണ്. അത് എടുക്കണം എന്നാണ് എനിക്ക് CPM-നോട് പറയാനുള്ളത്.